സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ സ്വഭാവം നിനക്കറിയും. ഉമർ മുസ്ലിം ആകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വാള് കൊടുത്തിട്ട് ഉമർ വരുന്നു എന്ന് പറഞ്ഞപ്പോ സഹാബത്തിന്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി. സഹാബത്ത് പേടിക്കാൻ തുടങ്ങി. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഉമറിന്റെ സ്വഭാവം എന്തെന്നറിയോ? ഇന്ന് കുഞ്ഞുങ്ങൾ കരയുമ്പോ ഉമ്മ പറയും, ഇപ്പൊ ശൈത്താനെ പിടിച്ചു കൊടുക്കണതാ, അത് വരുന്നതാ, ഇത് വരുന്നതാ പറയാറില്ലേ? അതോ വരുന്നതാ പറഞ്ഞ് ഭയപ്പെടുത്തും. അതാ അന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞ ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന്, പിടിച്ച് ഞാൻ ഇപ്പൊ കൊടുക്കുന്നു. ആ കരയണ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഉറങ്ങാത്ത കുഞ്ഞുങ്ങൾ പേടിച്ച് ഉറങ്ങും ഉമർ വരുന്നെന്ന് കേട്ടാ. എടോ, ഒരു ദിവസം ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ആ ചങ്ങാതി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എടാ, അതോ ആ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറ, ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറ, ഞാൻ വിശ്വസിക്കും. എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിം ആകില്ല, ഞാൻ വിശ്വസിക്കില്ല. അത്രയും ക്രൂരനായിരുന്നു ഉമർ. ആ ഉമർ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി വാളും പിടിച്ച് കടന്നു വരുന്നു എന്ന് കേട്ടപ്പോ പലരും പേടിച്ചു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു തആല അൻഹു വാളും പിടിച്ചുകൊണ്ടുവരുന്ന ഉമറിനെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി. ഉമർ തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറെ, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ജീവനോടെ നിനക്ക് തിരിച്ചു പോകാം. അല്ലാതെ നബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ സത്യമായിട്ടും ഈ ജീവനോടെ ഇതിനകത്ത് നിന്നിറങ്ങിപ്പോകില്ല. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഉമർ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതത്തിൽ ഒരാളും ഉമറിന്റെ നേരെ നിന്ന് സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയാൻ, നിന്നെ കൊന്നുകളയുമെന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാ ഈ ധൈര്യം വന്നേന്ന്? എടാ, എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് ധൈര്യം എവിടെ നിന്ന് വന്നു? അതാ അള്ള പറഞ്ഞത്, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ള കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാനെ അല്ലാതെ ആരെയും ഭയമുണ്ടാകില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.